പയ്യൻ പറയുക, അച്ഛാ 3 വർഷമായി ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട്, 3 വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട്, 3 വർഷമായി ഞാൻ പള്ളി പോയിട്ട്. ഞാൻ ചോദിച്ചു, അതൊരു വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. പള്ളി പോയില്ല, നീ അത് ഓക്കെ, തമ്പുരാനെ തേടിയില്ല എന്നോക്കെ, അതിൻ്റെ പേരിൽ നിന്റെ കണ്ണുകൾ എങ്ങനെ ചുവന്ന് തൊടുക്കേണ്ടതും, നീ പറയുന്ന പോലെ എല്ലാവരും നിന്നെ മാറ്റി നിർത്തേണ്ടതും, ഫൗൾ സ്മെല്ലുണ്ടാകേണ്ടതുമായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ഈശോ അങ്ങനെ ക്രൂരനൊന്നും അല്ലല്ലോ. അപ്പോൾ അവൻ പറയും, ഈശോ ക്രൂരനല്ല, ഞാൻ ക്രൂരനാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് മാസ് ഗ്രൂപ്പിലെ ആക്റ്റീവ് മെമ്പറാണ്. വെറും മെമ്പറല്ല, ആക്റ്റീവ് മെമ്പർ. അവൻ പറയും, ഞാൻ നന്നായിട്ട് ഓർഗൻ വായിക്കും. എൻ്റെ ഇടവക പള്ളിയിൽ കൊയറിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് 16 വയസ്സ് തൊട്ട് ഞാനാണ്. ഏത് പാട്ടും ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, എനിക്ക് സുന്ദരമായിട്ട് വായിക്കാൻ പറ്റും. എന്നെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചേട്ടൻ, അല്പം കാശൊക്കെ ഉള്ള ഒരു ചേട്ടനാണ്, പുള്ളി കൊണ്ടുവന്ന് ഈ ഗ്രൂപ്പിൽ പെടുത്തി. അച്ഛാ, ഇഷ്ടം പോലെ കാശ്, 23 വയസ്സേ എനിക്കുള്ളൂ, ഇഷ്ടം പോലെ കാശുണ്ട്. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അച്ഛന് ചിന്തിക്കാവുന്നതിനപ്പുറമുള്ള ഭക്ഷണങ്ങൾ, നല്ല ഡ്രിങ്ക്സ്, ഏറ്റവും സൂപ്പറായിട്ടുള്ള മയക്കുമരുന്നുകൾ. അവന് വേറെ കുറേ പേരുകളൊക്കെ പറഞ്ഞു, ഞാൻ വാ പൊളിച്ച് കേട്ടിരുന്നു ഇങ്ങനെയും പേരുകളൊക്കെ ഉണ്ടോയെന്ന്. ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പയ്യൻ പറയുവാണ്, 23 വയസ്സേ എനിക്കുള്ളൂ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സ്ത്രീകളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ല അച്ഛാ. അത്രയും മോശമായ രീതിയിൽ ഞാൻ അധപതിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ, നീ എന്താ പള്ളിയിലോട്ട് വരാൻ കാരണം? നീ എന്തുകൊണ്ട് ഇവിടെ തന്നെ വന്നു? എനിക്ക് പട്ടം കിട്ടിയിട്ട് 2 വർഷമായുള്ളൂ. നിന്നോട് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അവർ ഞാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോയപ്പോൾ ഇങ്ങോട്ടേക്ക് കയറണം എന്ന് എന്നോട് ആരോ പറഞ്ഞു. അവൻ പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരു വല്യച്ഛൻ കൂടിയുണ്ട്, വികാരച്ഛനല്ല, ഒരു വല്യച്ഛൻ കൂടിയുണ്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇത്തിരി നേരം നിന്നെ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തി തരാം. അവൻ അച്ഛനോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ ഒത്തിരി സീനിയറായിട്ടുള്ളൊരു അച്ഛനാണ്. അച്ഛൻ ഇടപെട്ട് അവനെ വേറൊരു സ്ഥലത്ത് ജോലിയൊക്കെ സംഘടിപ്പിച്ച് വിട്ടു. ഒരു 2-3 വർഷം കഴിഞ്ഞ് ഞാൻ റിന്യൂവൽ സെൻ്ററിലായിരിക്കുമ്പോൾ ഇവൻ എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടിട്ടേ എനിക്ക് മനസ്സിലായില്ല. നല്ല വെളുവെളുന്നുള്ള കണ്ണ്, കറുത്ത കൃഷ്ണമണി ഉണ്ട് കേട്ടോ. ആ ചുവന്ന തുടുപ്പൊക്കെ മാറി, മുഖത്തൊക്കെ കാണുവേണ്ടല്ലോ, നല്ല മിടുക്കൻ, നല്ല ഗ്രേസ്. ഈ അനുരഞ്ജന കൂദാശയെ സമീപിച്ച് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ തയ്യാറാകാതെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നവും ഇതൊക്കെ തന്നെയാണ്. നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ വരും, വിശുദ്ധ കുർബാന അർപ്പിക്കും. പക്ഷേ കർത്താവിനെ ഒന്ന് കരങ്ങളിലെടുക്കുമ്പോൾ നമുക്ക് തന്നെ എവിടെയോ ഒരു കൊളുത്തിവലി. എന്താ, എൻ്റെ ഈശോയെ നീ കയ്യിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അനുരഞ്ജനപ്പെട്ടിട്ടില്ല കേട്ടോ, ഞാൻ പൂർണ്ണമായി വിശുദ്ധിയിലല്ല കേട്ടോ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടും മക്കളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും അയൽക്കാരായിട്ടും ഇപ്പോഴും പ്രശ്നത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ എനിക്കൊരു പിടുത്തം മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, ഈശോയുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ പിന്നിൽ നിന്നിട്ട് നമ്മളോട് പറയുന്നത്, നിങ്ങൾ പിന്നിൽ നിൽക്കരുത്, നിങ്ങൾ ഈശോയുടെ പിന്നിൽ ഇങ്ങനെ ഒളിച്ച് പാത്ത് പതുങ്ങി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ മുന്നിലേക്ക് വരണം. അതിനാണ് ഈശോ നമുക്ക് അനുരഞ്ജന കൂദാശ ഒരുക്കി തന്നിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണിത്.
പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്ത് സുന്ദരമായ ചിത്രമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ വരുന്നു. ദൈവം മനുഷ്യനെ തേടി വന്നവനാണ് അല്ലേ? സ്വർഗം വിട്ട് ഭൂമിയിൽ മനുഷ്യരോടൊത്ത് വസിച്ച് മനുഷ്യനെ തേടി വന്നവൻ, മനുഷ്യനെ സ്വന്തമാക്കാനായിട്ട് ദൈവം ഇറങ്ങി വന്നതാണ്. ആ ദൈവത്തെ തേടിക്കൊണ്ട് ഇവിടെ ഒരു സ്ത്രീ ചെല്ലുകയാണ്. നമ്മളും ദൈവത്തെ തേടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. എവിടെയാണ് ദൈവത്തെ തേടേണ്ടത്? എവിടെയാണ് ദൈവം ഇല്ലാത്തത്? ദൈവം വസിക്കാത്ത ഇടമില്ല അല്ലേ? നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു സിനിമാ പാട്ട് തന്നെ എങ്ങനെയാ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, അവസാനം മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത്. അവിടെയില്ല ഇവിടെയില്ല എന്ന് എങ്ങുമില്ല, അവസാനം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ദൈവം. പക്ഷെ എന്നിട്ടും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടൊന്ന് എടുത്തു നോക്കി, നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ദൈവമല്ലേ? നമ്മൾ ചില വീടുകളിൽ, ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകൾ എന്ത് ചെയ്യും? ഒരു മുറി പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞ് വെക്കും. എന്താ അതിൻ്റെ അർത്ഥം? ആ മുറിയിൽ മാത്രമേ ഈശോ ഉള്ളൂ എന്നാണോ? ഇനി അല്ലാത്ത വീടുകളാണെങ്കിൽ 2 or 3 രൂപം, തിരുഹൃദയത്തിൻ്റെ രൂപവും തിരുക്കുടുംബത്തിൻ്റെ രൂപവും മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് ഒരു ഏരിയ പ്രാർത്ഥനാ മുറി, ഒരു പ്രാർത്ഥന, നമ്മൾ ഒരു വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് ആ ഏരിയ ചെന്നിരിക്കും. അവിടെ മാത്രമേ ഉള്ളൂ. ദൈവം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക സ്പേസ് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഇടവകയിൽ ഈ 300 ചില്ലാനും വീടുകൾ അവിടെ ഇവിടെയുമായിട്ട് കിടക്കുമ്പോൾ അവിടെയൊക്കെ ദൈവമുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് ഒരു ആലയം പണിത് അവിടെ ദൈവത്തെ വസിക്കുന്നതായിട്ട് തിരിച്ചറിയുകയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടേക്ക് നമ്മൾ എന്തിനാ വരുന്നേ? കുർബാന ഓൺലൈനിൽ വീട്ടിലിരുന്നപ്പോൾ മൊബൈലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുർബാന ഏത് വേണമെന്ന് ചിന്തിച്ചാൽ മതി. ലാറ്റിൻ മാസ് ആണെങ്കിൽ ലാറ്റിൻ മാസ്, സീറോ മലബാർ ആണെങ്കിൽ സീറോ മലബാർ, സീറോ മലങ്കര ആണെങ്കിൽ സീറോ മലങ്കര, പെട്ടെന്ന് തീരുന്ന കുർബാനയാണെങ്കിൽ പെട്ടെന്ന് തീരുന്ന കുർബാന, സ്ലോയിൽ തീരുന്ന കുർബാനയാണെങ്കിൽ അങ്ങനെ. എന്താണ് ഇപ്പോൾ ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ് അല്ലേ? എന്നിട്ട് നമ്മൾ എന്തിനാണ് ദേവാലയത്തിലേക്ക് വരുന്നത്? പലപ്പോഴും ഈ കൊറോണയുടെയൊക്കെ കാലത്ത് പലരുടെയും സങ്കടം എന്തായിരുന്നു? എനിക്ക് വീട്ടിലിരുന്ന് TV-യിൽ കുർബാന അർപ്പിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയേക്കാൾ ഉപരി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്കൊന്നും ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് കർത്താവിൻ്റെ സജീവ സാന്നിധ്യം വസിക്കുന്ന ആലയത്തിലോട്ട് ചെന്ന് ദൈവത്തെ കണ്ട് ആരാധിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്നെ ഞാൻ വീട്ടിലില്ലേ? വീട്ടിലുണ്ട്, എന്നാലും ഒരു ഇത്. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവത്തെ തേടാൻ മനുഷ്യൻ അല്പം ഒന്ന് കഷ്ടപ്പെടണം. ഇപ്പം അടുക്കളയിൽ നിൽക്കുന്ന അമ്മച്ചി മുൻവശത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ, അകത്തെ മുറിയിൽ കട്ടിലിൽ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മൂമ്മ, അവിടെയും ഇവിടെയുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ തങ്ങളുടേതായ ആ സ്പേസ് വിട്ടിട്ട് തിരുസ്വരൂപത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. എന്തിനാ? ദൈവത്തെ കാണാൻ, ദൈവത്തെ തേടാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകളുമായിട്ട് നിൽക്കാൻ. പല വീടുകളിൽ കഴിഞ്ഞിരുന്ന നമ്മൾ ആ വീടിൻ്റെ ആ ഭയങ്കരമായ സുന്ദരമായ ആ സ്പേസ് വിട്ടിട്ട് ഈ ദേവാലയത്തിലേക്ക് വരികയാണ്. കാർ ഓടിച്ചും ബൈക്ക് ഓടിച്ചും നടന്നും ഒക്കെ വരിക. എന്തിനാ? ദൈവത്തെ തേടാൻ. അവിടെ ആ തേടാനായിട്ടുള്ള നടപ്പ് വീട്ടിലുള്ള ഒരു 10 മീറ്റർ നടപ്പാകാം, അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം നടപ്പാകാം. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ തയ്യാറാണ്, ദൈവത്തെ തേടാൻ ഞാൻ തയ്യാറാണ്, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ എനിക്ക് മനസ്സുണ്ട്. പാപിനിയായ സ്ത്രീ നമ്മുടെ അടുക്കൽ പറയുന്നതാ, ദൈവം എന്നെ തേടാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ എനിക്ക് മനസ്സുണ്ട്. സക്രാരിയിൽ സജീവ സാന്നിധ്യമായിട്ട് വസിക്കുന്ന ഈശോയുടെ മുമ്പിലേക്ക് മാത്രമല്ല, ഈ 3 കുമ്പസാര കൂടുകളിൽ ഇപ്പൊ ഈശോ ഇരിപ്പുണ്ട്. പാപിനിയായ സ്ത്രീ നമ്മോട് ഓർമ്മിപ്പിക്കുക, നിനക്ക് മനസ്സുണ്ടോ ഈ കുമ്പസാര കൂടിയിലിരിക്കുന്ന ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലാൻ? നിനക്ക് മനസ്സുണ്ടോ? നമുക്ക് പറയാം, അയ്യോ ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ ദൈവം കേൾക്കൂലേ? ദൈവത്തിന് കേൾവി ശക്തിക്ക് കുറവൊന്നുമില്ല, കേൾക്കും, ഒരു കുഴപ്പമില്ല, കേൾക്കും. പക്ഷെ ദൈവം പറയാ, നിനക്ക് അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറ്റുമോ? നിനക്ക് ആ കുമ്പസാരക്കൂടിൻ്റെ മുമ്പിലേക്ക് ഒന്ന് ചെല്ലാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നീ അവിടെ ദൈവത്തെ കാണുകയാണ്. നമ്മുടെ ഉള്ളിനെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന പലതുണ്ട്.
എങ്ങനെയാ പോയി അവിടെ നിൽക്കുക? അവിടെ ആ ക്യൂ തൊട്ട് തീരണമില്ല. ഇങ്ങനെ ഇരിക്കുന്നിടത്തു നിന്നൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടുമോ? ഇങ്ങനെ നമ്മളെ പലവിധ ആകുലതകളാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോകാൻ തയ്യാറായാൽ, പാപിനിയായ സ്ത്രീ പറയാം, പോകാൻ തയ്യാറായാൽ യേശു സാന്നിധ്യം കൊണ്ട് നീ അനുഗ്രഹീതയാകും. നിന്റെ ജീവിതത്തിൽ മാറ്റം വരും. ഈ പാപിനിയായ സ്ത്രീ അവളുടെ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടും സ്വൈര്യമായിട്ടും ഇരുന്നിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ ഈശോയെ തിരിച്ചറിയില്ല, അവൾ ഈശോയുടെ സ്നേഹം അനുഭവിക്കില്ല, അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകില്ല, അവൾക്ക് സ്വർഗരാജ്യം ലഭിക്കില്ല. ഈശോയെ തേടി ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരികയാണ്. ഇനി ഈശോയുടെ അടുക്കൽ എത്തിക്കഴിയുമ്പോഴോ പാപിനിയായ സ്ത്രീ അവിടെ ചെന്നിട്ട് വചനം പറയുന്നെന്നാ, അവൾ ഈശോയുടെ പാദത്തിനരികെ പിന്നിൽ നിന്നു. പിറകിലായിട്ടാണ് നിന്നത്. കാര്യം എന്താ? നമ്മുടെ ഈ കാർന്നോമാരൊക്കെ, നിങ്ങൾ കാർന്നോമാർക്ക് വളരെ സുപരിചിതമായ ഒരു നിപ്പാണ് ഈ പിന്നിൽ നിപ്പും മുന്നിൽ നിപ്പും ഒക്കെ. മക്കള് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. എങ്ങനെയാ? മുമ്പോട്ട് വരാനായിട്ട്, മുഖത്തോട് മുഖം നോക്കി നിൽക്കാനായിട്ട് അവർക്ക് വല്ലാത്തൊരു മടിയായിരിക്കും. പണ്ട് നമ്മളും പിള്ളേരായിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അല്ലേ? പരീക്ഷയ്ക്ക് മാർക്ക് ഫുൾ മാർക്കാന്ന് വിചാരിച്ചോ, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, എന്തായിരിക്കും തീഷ്ണത? അല്ലാത്ത പരീക്ഷാ പേപ്പർ പണ്ടൊക്കെ, ഇപ്പൊക്കെ ഗ്രേഡൊക്കെ അപ്പം തന്നെ കാർന്നോമാർക്ക് മൊബൈലിൽ കിട്ടുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമ്മളിത് കൊടുത്താൽ മാത്രമേ കാർന്നോമാർ അറിയത്തുള്ളൂ. അപ്പം മുതിർന്ന തലമുറയ്ക്ക് അറിയാം, നമ്മൾ ഈ പരീക്ഷാ പേപ്പർ കിട്ടിയിട്ട് മാർക്ക് കുറവാണെങ്കിലോ, ഇനി എങ്ങാൻ തോറ്റുപോയെങ്കിലോ അപ്പനും അമ്മയും ചോദിച്ച് മടുക്കും. ഇംഗ്ലീഷ് പേപ്പർ കിട്ടിയില്ലേ മോനെ? ആ ടീച്ചറേ ലീവ്, ആ ടീച്ചർ വന്നില്ല, ടീച്ചറിന് തിരക്കായിരിക്കും, നോക്കിയിട്ട് കിട്ടിയില്ല, കിട്ടിയിട്ട് ഒരാഴ്ചയായി, അപ്പനെ അമ്മേനെ കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാ? പ്രശ്നോ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം ഇത് മുന്നോട്ട് വെക്കാൻ പറ്റിയ സാധനമല്ല എന്ന്, ഇതിങ്ങനെ ഒളിച്ചു വെക്കേണ്ട സാധനമാണെന്ന്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊടുക്കില്ല. പാപിനിയായ സ്ത്രീക്ക് അറിയാം, ഞാൻ പിന്നിൽ നിൽക്കേണ്ടവളാ. കാരണം എൻ്റെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. തമ്പുരാനെ, നിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ, നിന്റെ മുമ്പിൽ വരാനായിട്ട് എനിക്ക് പറ്റണില്ല. നമ്മളും ഈ അനുരഞ്ജന കൂദാശയെ സമീപിച്ച് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ തയ്യാറാകാതെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നവും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ വരും, വിശുദ്ധ കുർബാന അർപ്പിക്കും. പക്ഷേ കർത്താവിനെ ഒന്ന് കരങ്ങളിൽ എടുക്കുമ്പോൾ നമുക്ക് തന്നെ എവിടെയോ ഒരു കൊളുത്തിവലി. എന്താ? എൻ്റെ ഈശോയെ, നീ കയ്യിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അനുരഞ്ജനപ്പെട്ടിട്ടില്ല കേട്ടോ, ഞാൻ പൂർണ്ണമായി വിശുദ്ധിയിലല്ല കേട്ടോ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടും മക്കളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും അയൽക്കാരായിട്ടും ഇപ്പോഴും പ്രശ്നത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ എനിക്കൊരു പിടുത്തം, മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, ഈശോയുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ പിന്നിൽ നിന്നിട്ട് നമ്മളോട് പറയുന്നത്, നിങ്ങൾ പിന്നിൽ നിൽക്കരുത്, നിങ്ങൾ ഈശോയുടെ പിന്നിൽ ഇങ്ങനെ ഒളിച്ച് പാത്ത് പതുങ്ങി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ മുന്നിലേക്ക് വരണം. അതിനാണ് ഈശോ നമുക്ക് അനുരഞ്ജന കൂദാശ ഒരുക്കി തന്നിരിക്കുന്നത്. മുന്നിലേക്ക് വരാൻ, ഈശോയുടെ മുന്നിലേക്ക്, ജീവിത പങ്കാളിയുടെ മുന്നിലേക്ക്, മക്കളുടെയും മാതാപിതാക്കളുടെയൊക്കെ മുന്നിലേക്ക് വരാനായിട്ട് ഈശോ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതാണ്. അപ്പോൾ പിന്നിൽ നിൽക്കാനുള്ള നമ്മുടെ ഉൾവലികളെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ അവൾ അവിടെ നിന്നിട്ട് എന്താ ചെയ്യണേ? ആ പാപിനിയായ സ്ത്രീ വചനം പറയും, അവൾ കരഞ്ഞുകൊണ്ടിരുന്നു, പിന്നിൽ നിന്ന് കരയുമായിരുന്നു. കരച്ചിൽ എന്നാ? കരച്ചിൽ പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, സോറി. ചിലപ്പോൾ ചില കരച്ചിൽ കാണുമ്പോൾ നമുക്കറിയാം സോറി ഒന്നും ഇല്ല, വെറുതെ കരച്ചിലാണ്. അപ്പോൾ നമ്മൾ പറയും, നീ കള്ളക്കണ്ണീര് നിർത്തടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കാറില്ലേ പിള്ളേരെ? അവർ വെറുതെ നമ്പർ അടിക്കണമെന്നാണ് ചില സമയത്ത്. ആത്മാർത്ഥമായ കരച്ചിൽ കാണുമ്പോൾ നമുക്കറിയാം ഉള്ളു പൊട്ടിക്കരയുന്നതാ. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അങ്ങേയറ്റം മനസ്സ് വേദനിച്ച് നൊമ്പരപ്പെട്ട് കരയുന്നതാ. അതെന്നാ പറയുന്നത്? ക്ഷമിക്കണേ എന്ന്. ക്ഷമിക്കണേ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എറണാകുളം ബസിലിക്കയിൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക കുമ്പസാരിക്കാൻ വന്നു. 2.5 മണിക്കൂറാണ് അവൻ കുമ്പസാരിച്ചത്. അവൻ്റെ കുമ്പസാരം കേട്ടപ്പോൾ
അവൻ ഏന്തി ഏന്തി കരയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും വല്ലാത്ത കരച്ചിൽ. എനിക്ക് അവനെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല. അവൻ്റെ കരച്ചിൽ ഇങ്ങനെ, അവൻ ഈ 2.5 മണിക്കൂറിൽ കരയാൻ തന്നെ 1 മണിക്കൂർ എടുത്തുണ്ട്. അതേപോലത്തെ കരച്ചിൽ. ഇത്രയും ആത്മാർത്ഥമായ ഒരു കുമ്പസാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കേട്ടിട്ടില്ല. അവൻ കരയുന്നത് വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ചില കുമ്പസാരത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. ചിലർ വന്ന് പാപം തുടങ്ങുന്ന കരച്ചിൽ തുടങ്ങും, പിന്നെ കരച്ചിൽ മാത്രമേ കേൾക്കാനുള്ളൂ. പക്ഷെ ഒന്നും നമുക്കന്ന കാര്യമായിട്ട് ഇത് കരയാൻ മാത്രമുള്ള പാപം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും ചിലരുടെ കരച്ചിൽ കാണുമ്പോഴേ. ഇത് ഏതാണ്ട് ഒരു പുട്ടിന് പീരയിടുന്ന പോലെയാണ്. ഞാൻ മാതാപിതാക്കളെ, പിന്നെ നമ്മൾ ചേച്ചി കരച്ചിൽ, ചേട്ടാ കരച്ചിലൊന്ന് സ്ലോ ആക്കോ എന്നിട്ട് പറയോ. ചിലത് അങ്ങനെയല്ല. ഈ ചെറുപ്പക്കാരനെ കേട്ടപ്പോൾ നമ്മുടെ തന്നെ ചങ്ക് പിടക്കുകയാണ്. ദൈവമേ, ഇവന് കിട്ടിയ ആ അനുതാപ മനസ്സ് എന്തേ നമുക്ക് കിട്ടാതെ? അപ്പോൾ ഉള്ള തൊട്ട് കുമ്പസാരിക്കുമ്പോൾ പാപങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണൊന്ന് നിറയും. അവിടെ കുമ്പസാരക്കൂട്ടില് ക്രിസ്തു സാന്നിധ്യമായിട്ട് ക്രിസ്തു സ്ഥാനത്തിലിരിക്കുന്ന വെറും ഒരു മനുഷ്യനായി വൈദികനെയും കണ്ണെന്നറിയും അത് കേൾക്കുമ്പോൾ. കാരണം അവൻ തിരിച്ചറിയുന്നുണ്ട്, വെറും ഒരു മനുഷ്യനായ എൻ്റെ കരങ്ങളിലൂടെ ദൈവം ഈ കരഞ്ഞ് വെമ്പുന്ന മനസ്സുമായിട്ട് നിൽക്കുന്ന ഇവളുടെ പാപങ്ങൾ മോചിക്കുകയാണല്ലോ എന്ന്. അപ്പൊ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ എൻ്റെ ചങ്ക് പിടയുന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവം എൻ്റെ മനസ്സിനെ അത്രയേറെ സ്പർശിച്ചിട്ടുണ്ട്. ദൈവം എൻ്റെ മനസ്സിനെ തൻ്റേതാക്കി മാറ്റാനായിട്ട് അങ്ങേയറ്റം താല്പര്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഞാനും ശ്രമിക്കുക, ഞാനും പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക ദൈവത്തിന്. ദൈവമേ, ഞാൻ തയ്യാറാണ് കുമ്പസാരക്കൂട് വരെ നടക്കാൻ, കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ പുറകിലേക്ക് നിൽക്കാവുന്ന എൻ്റെ മനസ്സിനെ സമർപ്പിക്കാൻ, എന്നിട്ട് കണ്ണീർ വാർത്ത് കരയാൻ. അത് കഴിഞ്ഞിട്ട് വചനം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. അവൾ കണ്ണീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. യഹൂദ പാരമ്പര്യമനുസരിച്ച് സ്ത്രീകൾ തലമുടി പുറത്ത് കാണിക്കാൻ പാടില്ല. ആ പാരമ്പര്യമാണ് നമ്മൾ ഈ എടുത്ത്, നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ തലയിൽ ഷാൾ ഇടുന്നതും സാരിയുടെ മുന്താണി കൊണ്ട് തല ഇങ്ങനെ മൂടുന്നതൊക്കെ അതല്ലേ? എന്തിനാ? ഈ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. നല്ല സുന്ദരമായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല സെറ്റപ്പാക്കി കൊണ്ടുവന്ന മുടിയൊക്കെ മൂടി പൊതിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ. നമ്മുടെ ചുറ്റിലുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ അവരും തല മറയ്ക്കുന്നതിൻ്റെ കാര്യമിതാ. പിന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവല്ലാതെ മറ്റാരും നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ ഈ മുടി കാണാൻ ഇടവരരുത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ പരസ്യമായിട്ട് മുടി കാണിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അവഹേളനത്തിൻ്റെ സൂചകമാണ്. ഒരു സ്ത്രീയുടെ തല പൊതിഞ്ഞു വെച്ചിരിക്കുന്ന തുണിയെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അവളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇവള് തലമുടി കൊണ്ട് ഈശോയുടെ പാദങ്ങൾ തുടയ്ക്കുക. ഈശോയുടെ പിന്നാലെ പോകാൻ തീരുമാനിച്ച അവൾക്ക് ഇനി നാണക്കേടുകള്, മറ്റുള്ളവരുടെ കുത്തുവാക്കുകള്, പരിഹാസവാക്കുകൾ ഒന്നും പ്രശ്നമല്ല. പാപിനിയായ സ്ത്രീ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പറയുക, ഇത് തന്നെയാ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ സ്വന്തമാക്കാൻ, ഈശോയെ ഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ സ്വന്തമായവരല്ല, ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് അനുരഞ്ജന വേദിയെ സമീപിക്കണം. അങ്ങനെ അനുരഞ്ജന വേദിയെ സമീപിക്കുമ്പോൾ എൻ്റെ ചുറ്റിലുമുള്ളവര് എഴുന്നേറ്റ് പോകണ്ട്. എവിടേക്ക് എഴുന്നേറ്റ് പോകണ്ട്? കുമ്പസാരിക്കാൻ. ചിലപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിലരൊക്കെ നോക്കുന്നത്. നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടാ, ഇതേ ആള് കുമ്പസാരിക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റായി, 20 മിനിറ്റായി. നമ്മൾ സമയം നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ ഭാര്യയല്ല, മറ്റുള്ളവരെ കുറിച്ച്. നമുക്കൊന്ന് എഴുന്നേക്കാനും അങ്ങോട്ട് പോകാനൊക്കെ ഇങ്ങനെയുള്ള ചില മടികളുണ്ട്. മറ്റുള്ളവരെന്നാ ചിന്തിക്കും? കളിയാക്കൂ? ഞാനൊരു പാപിയാണെന്ന് ചിന്തിക്കൂ? ആരാ പാപിയല്ലാത്തെ? ഈ ലോകത്ത് ഇന്നേ വരെ ജനിച്ചിട്ടുള്ളതിൽ വെച്ച്
നമ്മുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പാപം പോലും ഇല്ലാത്ത 3 പേരുള്ളൂ. ഈശോയും പരിശുദ്ധ അമ്മയും പിന്നെ ആരാണ്? സ്നാപക യോഹന്നാനും. മാതാവിൻ്റെ ഉദരത്തിൽ നിൽക്കുന്ന ശിശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഏലീശാമയുടെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി എന്നാണ് പറയുക. ആ കുതിച്ചു ചാട്ടം അവൻ്റെ നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ പ്രതീകമായിട്ട് കാണുന്നതുകൊണ്ടാണ് സഭ 3 പേരുടെ ജന്മദിനം മാത്രം ആഘോഷിക്കുന്നത്. ബാക്കി എല്ലാവരും മരിച്ച ദിവസം ആഘോഷിക്കുന്നത് ഈ 3 പേരുടെ മാത്രം. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സ്നാപകന്റെയും ജനനം. ബാക്കി എല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാ. എത്ര വലിപ്പമുള്ളവനാണെങ്കിലും ചെറുപ്പമുള്ളവനാണെങ്കിലും നമ്മളൊക്കെ പാപികളാണ്. ആ പാപികളുടെ മേഖലകൾ ഏതുമാകട്ടെ, നമ്മൾ പറയുന്ന എത്ര വലിയ പാപമായാലും എത്ര ചെറിയ പാപമായാലും അതെല്ലാം ഏറ്റു പറയാനായിട്ട് നമുക്കൊരു വേദി ഒരുക്കുമ്പോൾ അവിടെ നാണക്കേടായിട്ടോ കുറച്ചിലായിട്ടോ അതിനെ കണ്ട് മാറി നിൽക്കാനുള്ളതല്ല. പാപിനിയായ സ്ത്രീ നമ്മോട് പറയുകയാണ് സുന്ദരമായ മറ്റൊരു ചിന്ത. അവൾ ഈശോയുടെ പാദത്തിൽ ചുംബിച്ചു. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ സാധാരണഗതി ചോദിക്കാറുണ്ട്, എനിക്കൊരു ഉമ്മ തരുമോ? ചോദിക്കാറില്ലേ? ഇല്ലേ? ചോദിക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും കൊച്ചുങ്ങളുടെ അടുത്ത് കാണുമ്പോൾ ഒരു ചുംബനം തരുമോ എന്ന് ചോദിക്കാറുണ്ടോ? ഒരു സിനണിമാണ് ഉമ്മയുടെ. പക്ഷേ നമ്മുടെ മലയാളി മനസ്സിൽ അതിൻ്റെ ചിന്ത തന്നെ വേറെയാണ്. ചുംബനം എന്ന് പറയുമ്പോൾ അതിനൊരു ചെറുതായിട്ടൊരു സെക്ഷൽ കൊണോട്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിച്ചു, കാമുകന്മാർ തമ്മിൽ ചുംബിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നം തോന്നൂല. വേറെ ആരെങ്കിലും പോയി ചുംബിച്ചു എന്ന് വെക്കുമ്പോൾ ചുംബിച്ച എന്തോ ഒരു കുഴപ്പം. ഇവള്, ഈ പാപിനിയായ സ്ത്രീ, തെറ്റായ ഉദ്ദേശത്തോടെ പലരെയും ചുംബിച്ചവളാണ്. ആ പലരെയും ചുംബിച്ചവൾ ഇന്ന് കർത്താവിൻ്റെ പാദത്തിൽ ചുംബിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും കാലം തെറ്റായ ഉദ്ദേശത്തോടെ സ്നേഹത്തിൻ്റെ പ്രതീകത്തെ മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട ഈശോയെ നിന്റെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ നന്മയുടെ ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ സന്തോഷവും ഞാൻ നിന്നിലേക്ക് കണ്ടെത്തുകയുള്ളൂ. കുമ്പസാര വേദിയിൽ നമ്മൾ ഏറ്റുപറയേണ്ടതും നമ്മൾ പ്രതിജ്ഞയാക്കി മാറ്റേണ്ടതും ഇത് തന്നെയാണ്. നമ്മുടെ പാപമേഖലകളെ ഇറക്കി വെക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഈ മേഖലകളിൽ എനിക്ക് വീഴ്ച പറ്റിപ്പോയി, പ്രിയപ്പെട്ട ഈശോയെ ഞാൻ തിരുത്തുവാൻ തയ്യാറാണ്. നന്മയാക്കേണ്ട എൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേദനയായി, മുറിപ്പാടുകളായി, അങ്ങേയറ്റം ദുരിതമായി മാറിയെങ്കിൽ അതിനെയെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ നന്മയുടെ ഉമ്മകളാക്കുവാൻ ഞാൻ തയ്യാറാണ്. അതാണ് പാപിനിയായ സ്ത്രീ നമ്മോട് പറയുക. എന്നിട്ട് അവൾ എന്നാ ചെയ്യുന്നത്? ഏറ്റവും വിലയേറിയ സുഗന്ധ തൈലം അവൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ കുർബാന കാഴ്ച സമർപ്പണ സമയത്ത് പാടാറുള്ളൊരു പാട്ടുണ്ട്, ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ, എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. ഞാൻ എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളാണ്, അതെല്ലാം നിനക്കായിട്ട് തരിക. അതാണ് പാപിനിയായ സ്ത്രീയുടെ മനോഭാവം. നീ തന്നതെല്ലാം ഞാൻ നിനക്ക് തരിക. അങ്ങനെ പറയാനായിട്ട്, അങ്ങനെ കൊടുക്കാനായിട്ട് അവൾക്ക് പറ്റുന്നത് എപ്പോഴാണ്? ഈശോയെ തേടി ഈശോയുടെ പിറകിൽ നിന്ന് കരഞ്ഞ് കണ്ണീർ വാർത്ത് ഈശോയുടെ പാദത്തിൽ ചുംബനം കൊണ്ട് തൻ്റെ തിന്മകളെയും കുറവുകളെയും ഒക്കെ മാറ്റി മറിച്ച് ഈശോയുടെ സ്വന്തമായി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ പൂർണ്ണമായിട്ടും അങ്ങേക്ക് തരികയാണ്, ഞാൻ പൂർണ്ണമായിട്ടും എന്നെ തന്നെ അങ്ങേക്ക് വിട്ടു നൽകുകയാണ്. നമുക്കും നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കണമെങ്കിൽ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ പിടിച്ചു വലിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം. അതാ കുമ്പസാരം. ആവശ്യമില്ലാതെ നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും വേണ്ടെന്ന് വയ്ക്കാൻ. അതിന് ഈശോ നമ്മുടെ മുമ്പിൽ കുമ്പസാരക്കൂടിലേക്ക് ഇറങ്ങിയിരിക്കുക. അപ്പോൾ പാപിനിയായ സ്ത്രീ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുക, മകനെ, മകളെ, ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിക്കുക. ഈശോയെ തേടി ചെല്ലാൻ, ഈശോയുടെ മുമ്പിൽ ഒന്ന് കണ്ണീർ വാർക്കാൻ, ഈശോയുടെ മുമ്പിൽ ഞാൻ നിൻ്റേതാണ് എന്ന് ഏറ്റുപറയാൻ. രണ്ടാമത്തെ സ്ത്രീ കഥാപാത്രം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലുള്ള ഒരു സ്ത്രീയാണ്.
ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ കൂന് വന്ന ഒരു സ്ത്രീ. ഈ കൂന് വന്നിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓർമ്മ മനസ്സിൽ വരുന്നില്ല എങ്കിൽ ഈ കുഞ്ഞിക്കൂനൻ സിനിമ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതിനകത്തൊരു കഥാപാത്രം ഈ കൂനുള്ള കഥാപാത്രമാണ്. അന്ന് മനസ്സിലേക്ക് കണ്ടാൽ മതി. ഈ കൂനുള്ള മനുഷ്യരുടെ ഒരു 3-4 പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, അവർക്ക് നേരെ ചൊവ്വേ നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ശാരീരികമായ ആ കൂനിൻ്റെ ബുദ്ധിമുട്ടാണത്. നേരെ ചൊവ്വയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചട്ട് അല്ലെങ്കിൽ ഞൊണ്ടൽ അവർക്കുണ്ടാവും. നേരെ ചൊവ്വേ നടക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, അവർക്ക് ഉന്നതങ്ങളിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ്. കൂനുള്ളവരെ കണ്ടല്ല, അവർ അല്പം ഒന്ന് കൂനിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മെപ്പോലെ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് പാടാണ്. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റില്ല. ഇത്തിരി പ്രശ്നമാണ്. മൂന്നാമത്തേത്, ഈ കൂനുള്ള ആൾക്കാർ കിടക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. പുറകില് നല്ല കുമ്പളങ്ങ വലിപ്പത്തിലൊരു കൂനുണ്ട്. അങ്ങനെ ഉള്ള ആൾക്കൊന്നും മലർന്നു കിടക്കുക അത്ര എളുപ്പമാണോ? ഇത്തിരി പാടാണ്. നമ്മൾ സാധാരണഗതി പറയുന്നതിനാ ഏറ്റവും നല്ല പൊസിഷൻ മലർന്ന് കിടന്നുറങ്ങലാണ്. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നതിനെ കുറിച്ച് പറയാറാതാണ്. അപ്പൊ സ്വസ്ഥമായിട്ട് കിടക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. നാലാമത്തേത്, കൂനുള്ളവർക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റും. കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തോട്, എൻ്റെ മാതാപിതാക്കളുടെ മക്കളുടെ ഹൃദയത്തോട്, എൻ്റെ സഹോദരൻ്റെ സുഹൃത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കലാണ്. ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയം ഹൃദയത്തോട് ചേരുകയാണ്. കൂനുള്ള ആളുടെ പ്രത്യേകത എന്നാ? പുറം ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കൊണ്ട് ഈ നെഞ്ചും കൂട് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും. അപ്പോൾ അവരിങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഹാർട്ട് ടു ഹാർട്ട് ക്ലോസ് ആയിട്ട് ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ടാണ്, കെട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ കൂന് എന്ന് പറയുന്നത് പാപം പോലെയാണ്. ഈ പാപത്തിൻ്റെ അവസ്ഥയുണ്ടെങ്കിലും നമുക്കൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, നേരെ ചൊവ്വേ നടക്കാൻ പറ്റില്ല. നേരെ ചൊവ്വേ നടക്കാൻ പറ്റില്ല. എന്തോ ഒരു കുഴപ്പം, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാനൊരു പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നപ്പോൾ ഞങ്ങൾ 2 കൊച്ചച്ഛന്മാരുണ്ട്. ഒരു ദിവസം എൻ്റെ കൂടെയുള്ള കൊച്ചച്ഛൻ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ സ്പേസിൽ പത്രം വായിച്ചിരിപ്പുണ്ട്. ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ പത്രം വായിച്ചിരിക്കുവാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 22-23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മുകളിലോട്ട് കയറി വന്നു. അവൻ കയറി വന്നിട്ട് പത്രം വായിച്ചിരിക്കുന്ന അച്ഛനോട് ചോദിച്ചു, ചേട്ടാ, അച്ഛന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ ഈ ചേട്ടനച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? അത് അച്ഛനോട് പറയാനാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ദേ ആ മുറിയിൽ അച്ഛൻ ഇരിപ്പുണ്ട്, ചെന്നോളാൻ പറഞ്ഞു. ഇവൻ നേരെ മുറിയിലോട്ട് വന്നു. വാതിൽ തുറന്ന് ഇവൻ നേരെ കൂളായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കസേരയിൽ വന്ന് ഒരു ഇരിപ്പ്. ഞാൻ ഇവനെ നോക്കി, എന്തോ ഒരു കുഴപ്പം. അത് മാത്രമല്ല, ഇവൻ മുറിയിലോട്ട് കയറിയപ്പോൾ തൊട്ട് മുറിയിൽ തന്നെ ഒരു ഫൗൾ സ്മെല്ല്. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവൻ്റെ കണ്ണിലേക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഉപ്പൻ്റെ കണ്ണ് പോലെ ചുവന്ന് തൊടുതിരിപ്പുണ്ട്. വെള്ളം അടിച്ചിട്ട് വന്നതാണ്, അതുപോലെ കഞ്ചാവ് എങ്ങാനും കിറുങ്ങി വന്നേക്കുന്നതാണോ എന്ന് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഞാൻ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻ്റർകോം വന്നു. ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ കൊച്ചച്ഛനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി, ഞാനിപ്പുറത്തുണ്ടെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ എന്ന് വിളിച്ചാൽ മതി. ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ജനലിക്ക് വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കണ്ട്. എനിക്കൊരു ധൈര്യമായി. അയ്യോ എന്ന് വിളിക്കാൻ പറ്റിയാൽ മതി, ആൾ ഓടിയെത്തും. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനെ കണ്ടു കഴിഞ്ഞ ഉടനെ അച്ഛനും എന്തോ ഒരു കുഴപ്പം തോന്നിയിട്ടുണ്ട്.
ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിന്റെ കാര്യം, എന്തിനാ വന്നേ, എന്താ വിശേഷം? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഈ ഇടവക്കാരനൊന്നല്ല, ഞാൻ ഇതിലൂടെ പോയപ്പോൾ പള്ളി കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് പറയാനാണ്? കുർബാന അർപ്പിക്കണോ, അതിൻ്റെ വല്ല കാര്യമാണോ? അല്ല, എനിക്ക് അതൊന്നും പറയാനല്ല, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനാണ്. അച്ഛൻ എന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഞാൻ എങ്ങനെയുണ്ട്? നീ മിടുക്കനാണ്. അപ്പോൾ അവൻ ഷ്രൂഡാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുക, അച്ഛന് ഇൻ്റർകോമിൽ കോൾ വന്നായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ആ വന്നായിരുന്നു. പുറത്തിരിക്കുന്നത് അച്ഛനായിരുന്നോ? ഞാൻ പറഞ്ഞു, എന്തേ നീ അങ്ങനെ ചോദിക്കാൻ? അച്ഛനായിരുന്നെങ്കിൽ ആ അച്ഛനായിരിക്കും വിളിച്ചത്. ഞാൻ പറഞ്ഞു, ശരിയാ, അച്ഛനാ വിളിച്ചേ. അച്ഛൻ പറഞ്ഞത് എന്നെ സൂക്ഷിക്കണമെന്നല്ലേ? ഞാൻ ചോദിച്ചു, നിന്നെ ആ അച്ഛനറിയാവോ? ഇവന് ഭയങ്കര ഭീകരനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പയ്യൻ പറയുവാണ്, ഇല്ല, എനിക്ക് ആ അച്ഛനെ അറിയത്തില്ല, പക്ഷേ അച്ഛൻ എന്നെ നോക്കിയതും എന്നോട് സംസാരിച്ചതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പൊ അച്ഛന് കോൾ വന്നപ്പോൾ അച്ഛൻ്റെ മുഖഭാവത്തിലൂടെ എന്നോട് പറഞ്ഞു എന്നെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, നീ കൊള്ളാം, മിടുക്കൻ, CID പണിക്ക് പോയാൽ നീ വിജയിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ രണ്ടച്ഛന്മാർക്ക് ഇന്നേ വരെ ഒരു പരിചയവുമില്ലാത്ത എന്നെ കണ്ടപ്പോൾ എന്തോ എവിടെയോ ഒരു കുഴപ്പമെന്ന് തോന്നിയില്ലേ? അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും പറയുകയാണ്, നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ രാവിലെ കുളിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ പറയടാ, എന്നാ ഫൗൾ സ്മെല്ലാണ്, നീ ഒന്ന് കുളിച്ചേ മര്യാദയ്ക്ക്. ഞാൻ കുളിച്ചതാന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കത്തില്ല. എൻ്റെ കൂട്ടുകാരും എന്നെ കൂടെ കൂട്ടുന്നില്ല. അവർ പറയുന്നത് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നാടാ കുഴപ്പം? അപ്പോൾ ആ പയ്യൻ പറയുക, അച്ഛാ 3 വർഷമായി ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട്, 3 വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട്, 3 വർഷമായി ഞാൻ പള്ളി പോയിട്ട്. ഞാൻ ചോദിച്ചു, അതൊരു വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ, പള്ളി പോയില്ല നീ, അത് ഓക്കെ, തമ്പുരാനെ തേടിയില്ല എന്നോക്കെ, അതിൻ്റെ പേരിൽ നിന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് തൊടുക്കേണ്ടതും നീ പറയുന്ന പോലെ എല്ലാവരും നിന്നെ മാറ്റി നിർത്തേണ്ടതും ഫൗൾ സ്മെല്ലുണ്ടാകേണ്ടതുമായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ഈശോ അങ്ങനെ ക്രൂരനൊന്നും അല്ലല്ലോ. അപ്പോൾ അവൻ പറയും, ഈശോ ക്രൂരനല്ല, ഞാൻ ക്രൂരനാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് മാസ് ഗ്രൂപ്പിലെ ആക്റ്റീവ് മെമ്പറാണ്. വെറും മെമ്പറല്ല, ആക്റ്റീവ് മെമ്പർ. അവൻ പറയും, ഞാൻ നന്നായിട്ട് ഓർഗൻ വായിക്കും. എൻ്റെ ഇടവക പള്ളിയിൽ കൊയറിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് 16 വയസ്സ് തൊട്ട് ഞാനാണ്. ഏത് പാട്ടും ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, എനിക്ക് സുന്ദരമായിട്ട് വായിക്കാൻ പറ്റും. എന്നെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചേട്ടൻ, അല്പം കാശൊക്കെ ഉള്ള ഒരു ചേട്ടനാണ്, പുള്ളി കൊണ്ടുവന്ന് ഈ ഗ്രൂപ്പിൽ പെടുത്തി. അച്ഛാ ഇഷ്ടം പോലെ കാശ്, 23 വയസ്സേ എനിക്കുള്ളൂ, ഇഷ്ടം പോലെ കാശുണ്ട്. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അച്ഛന് ചിന്തിക്കാവുന്നതിന് അപ്പുറമുള്ള ഭക്ഷണങ്ങൾ, നല്ല ഡ്രിങ്ക്സ്, ഏറ്റവും സൂപ്പറായിട്ടുള്ള മയക്കുമരുന്നുകൾ. അവന് വേറെ കുറേ പേരുകളൊക്കെ പറഞ്ഞു. ഞാൻ വാ പൊളിച്ച് കേട്ടിരുന്നു, ഇങ്ങനെയും പേരുകളൊക്കെ ഉണ്ടോയെന്ന്. ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പയ്യൻ പറയുവാണ്, 23 വയസ്സേ എനിക്കുള്ളൂ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സ്ത്രീകളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ല അച്ഛാ. അത്രയും മോശമായ രീതിയിൽ ഞാൻ അധപതിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ നീ എന്താ പള്ളിയിലോട്ട് വരാൻ കാരണം? നീ എന്തുകൊണ്ട് ഇവിടെ തന്നെ വന്നു? എനിക്ക് പട്ടം കിട്ടിയിട്ട് 2 വർഷമായുള്ളൂ. നിന്നോട് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അവർ ഞാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോയപ്പോൾ ഇങ്ങോട്ടേക്ക് കയറണം എന്ന് എന്നോട് ആരോ പറഞ്ഞു. അവൻ പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരു വല്യച്ഛൻ കൂടിയുണ്ട്, വികാരച്ഛനല്ല, ഒരു വല്യച്ഛൻ കൂടിയുണ്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇത്തിരി നേരം നിന്നെ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തി തരാം. അവൻ അച്ഛനോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ ഒത്തിരി സീനിയറായിട്ടുള്ളൊരു അച്ഛനാണ്. അച്ഛൻ ഇടപെട്ട് അവനെ വേറൊരു സ്ഥലത്ത് ജോലിയൊക്കെ സംഘടിപ്പിച്ച് വിട്ടു. ഒരു 2-3 വർഷം കഴിഞ്ഞ് ഞാൻ റിന്യൂവൽ സെൻ്ററിലായിരിക്കുമ്പോൾ ഇവൻ എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടിട്ടേ എനിക്ക് മനസ്സിലായില്ല. നല്ല വെളുവെളു എന്നുള്ള കണ്ണ്, കറുത്ത കൃഷ്ണമണി ഉണ്ട് കേട്ടോ. ആ ചുവന്ന തുടുപ്പൊക്കെ മാറി,
മുഖത്തൊക്കെ കാണുവേണ്ടല്ലോ, നല്ല മിടുക്കൻ, നല്ല ഗ്രേസ്. ഞാൻ ആദ്യത്തെ അവൻ്റെ കാഴ്ചയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്ന്, എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്തല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കൊച്ചച്ഛനും അവൻ്റെ വീട്ടുകാർക്കും ചുറ്റിലുമുള്ള സകലർക്കും ഫീൽ ചെയ്യുക, എന്തോ കുഴപ്പമുണ്ട്. ഇത് തന്നെയാണ് പാപമാകുന്ന കൂനെ നമ്മിൽ ബാധിച്ചു കഴിയുമ്പോൾ, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒക്കെ നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ ചുറ്റിലുള്ളവർക്ക് ഫീൽ ചെയ്യും എന്തോ കുഴപ്പമുണ്ട്. എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, എന്തോ കുഴപ്പമുണ്ട്, എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ എന്തോ ഒരു കുഴപ്പം അത് നമ്മുടെ പാപത്തിൻ്റെ കുഴപ്പമാണ്, പാപത്തിൻ്റെ മേഖലയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തേത്, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ നമ്മുടെ പാപനിയായ സ്ത്രീയുടെ കാര്യം പറഞ്ഞ പോലെ, ഈശോയുടെ പിന്നിൽ നിന്നവളാള് ഈശോയുടെ മുന്നിലേക്ക് വരാൻ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചില ചേട്ടന്മാര് വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് രണ്ട് ചെറുത്, ചിലർക്ക് ചെറിയ വല്ലയിടത്തൊക്കെ പോയിട്ട് വരുമ്പോൾ രണ്ട് ചെറുത്, ഒരു സന്തോഷത്തിന്, താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, നീ കൂട്ടുകാരൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിമാർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ചേച്ചിമാരെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് താല്പര്യം ഉണ്ടായിട്ടാണ്, ചേട്ടന്മാർ അങ്ങനെ പറയണേ, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ലടി മോളെ, അവൻ നിർബന്ധിച്ചിട്ട്, പ്ലീസ് എന്നാണ് നമ്മുടെ ചേട്ടന്മാർ പലരും പറയുന്നത്. പക്ഷെ ചേച്ചിമാരുടെ കുഴപ്പമില്ല, ഈ സാധനത്തിന് സ്മെല്ലിങ് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയോ പിരിപൊട്ടി വന്ന പോലെയാണ്. അപ്പൊ ചില ചേട്ടന്മാർ ചെയ്യുന്ന വരുമ്പോ പതിവിന് വിപരീതമായിട്ട് ചിലർ വായിൽ മിഠായിയോ മുറുക്കാനോ ഏതാണ്ടൊക്കെ തള്ളി കയറ്റിയിട്ട് വരും. അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ തന്നെ എന്താടി എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നിരുന്ന കെട്ടിയന്മാർ ചിലർ ഈ അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ തല താണ്, പിന്നെ ഇനി ഇന്നും മുറ്റടിച്ചില്ലേ, എവിടെ എന്താ അവിടെ പൊടിയെടുപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ മുറ്റം നോക്കുന്നത്. ഈ രണ്ട് ചെറിയ സാധനം അകത്ത് ചെല്ലുമ്പോൾ മാത്രം മുറ്റത്തേക്കും താഴത്തേക്കും നോക്കുന്ന ചില ആൾക്കാരുണ്ട്. കാരണം എന്നാ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് ഒരു വൈക്ലഭ്യം. ഇപ്പോൾ പിള്ളേർ മുഴുവൻ മൊബൈലിൽ ഫുൾ ടൈം പഠനമല്ലേ, എന്ത് സീരിയസ് പഠനമാണ് അല്ലേ. പണ്ട് നമ്മൾ സ്ലേറ്റിൽ എഴുതി പഠിച്ചുകൊണ്ടിരുന്ന കാലമൊന്നും പിള്ളേർക്ക് വല്ലവർക്കും അറിയാവോ? ഇപ്പം എല്ലാം മൊബൈലിലാണ്. ചോദിച്ചാൽ പറയുന്നത് തന്നെ പഠിത്തമാണെന്ന്. അവർ കാർട്ടൂൺ കാണുകയോ അല്ലെങ്കിൽ അവർ വല്ല ഗെയിംസൊക്കെ ആയിരിക്കും. എടാ നീ പഠിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം താഴേക്ക് പോകണമെങ്കിൽ എന്താ അർത്ഥം? അവൻ പഠിക്കുമെന്നല്ല, ഉടായ്പാണ്. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ താഴേക്ക്, പിന്നെ ഞാൻ പഠിക്കും. കാരണം എന്തോ മറയ്ക്കാനുള്ളപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ചില പഠിച്ച കള്ളന്മാരും കള്ളികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതിലപ്പുറത്തെ കാര്യം അവർ മുഖത്ത് നോക്കി സൂപ്പറായിട്ട് പറയും. സാധാരണഗതിയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മുഖത്തോട് മുഖം നോക്കാൻ പറ്റൂല, പാപത്തിന്റെ ബന്ധനം ഉള്ളിലുണ്ടെങ്കിൽ. മൂന്നാമതായിട്ട്, സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാൻ പറ്റില്ല, നേരെ ചൊവ്വേ കിടക്കാൻ പറ്റൂല. ഇത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ലേ. ചിലപ്പോൾ ഭാര്യയുമായിട്ട്, ഭർത്താവുമായിട്ട്, മക്കളായിട്ട്, മാതാപിതാക്കളൊക്കെ ആയിട്ട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായി. ഉറക്കമില്ലാന്ന്. എന്താ പ്രശ്നം? അസുഖമൊന്നുമല്ല, ഇങ്ങനെ കിടക്കാണ്, ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ചിലർ എഴുന്നേറ്റ് സമയം നോക്കിക്കൊണ്ടിരിക്കുക. ഈ 1 മണി എന്താണ്, എന്ത് ചെയ്താൽ 1 മണി തന്നെയായിട്ട് നിൽക്കുന്നത്? കാരണം ഉറക്കം കിട്ടണില്ല, സമയം പോണില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. കുറ്റബോധമുണ്ട്, പാപബോധമുണ്ട്. പക്ഷെ അതൊന്ന് ഇറക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. ചിലപ്പോഴൊക്കെ ചിലർ ധ്യാനത്തിന് ഒത്തിരി കാലം കൂടി ധ്യാനത്തിനൊക്കെ പോകും. ചിലപ്പോൾ അട്ടപ്പാടിയിലോ ഡിവൈനിലോ എവിടെയെങ്കിലുമൊക്കെ ധ്യാനത്തിനൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചൊക്കെ കഴിയുമ്പോൾ ചിലരുടെ അടുത്ത് ഈ ധ്യാനം കഴിയുമ്പോൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായി ധ്യാനത്തിനൊക്കെ പോയിട്ട്? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ധ്യാനത്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? നന്നായിട്ടൊന്ന് ഉറങ്ങി. ചിലർ കൂട്ടിച്ചേർക്കുക, എൻ്റെ പൊന്നച്ചോ കുറേ കാലമായിട്ടൊന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചു, നന്നായിട്ടൊന്ന് ഉറങ്ങി. ഞാൻ പറയാം അച്ഛൻ്റെ ധ്യാന പ്രസംഗം വിജയിച്ചു എന്ന്.
ധ്യാന പ്രസംഗം വിജയിച്ചു, ധ്യാനം വിജയിച്ചു. കാരണം ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉറങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവനാണ്. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ തികട്ടി വന്നിട്ട് അവൻ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ അനുരഞ്ജന കൂദാശയിലൂടെ കർത്താവ് അവനെ തൊട്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ കെട്ടിപ്പൊതിഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ദൈവം അങ്ങ് എടുത്ത് മാറ്റിക്കളഞ്ഞപ്പോൾ അവന് പിന്നെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റി. അപ്പനെ തല്ലിയത്, അമ്മയെ ചവിട്ടിയത്, ഭാര്യ അങ്ങേയറ്റം മുറിപ്പെടുത്തിയത്, മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത്, സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും ഒക്കെ നൊമ്പരപ്പെടുത്തിയതൊക്കെ അവൻ മനസ്സിൽ നിന്ന് തമ്പുരാന്റെ മുമ്പിലോട്ടൊന്ന് ഇറക്കി വെച്ചു. ഒരു ചേച്ചി പറഞ്ഞതാ, അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷമായി. ആദ്യത്തെ കൊച്ച് കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം ഉണ്ടായി. ആ കൊച്ചിന് 1.5 വയസ്സായപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഗർഭിണിയായി. ഞാനും എൻ്റെ ഭർത്താവും കൂടി തീരുമാനിച്ചു, ഉടനെ അടുത്തൊരു കുഞ്ഞ്. ഇതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അപ്പം എത്ര വർഷമായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 1.5, 2, 2.5, 3 വർഷമായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പം 32 വർഷമായി. ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ചേച്ചി പറയാ, എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റണില്ല. 10-29 വർഷമായി അച്ഛാ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എവിടെയോ ഒരു കരച്ചിൽ കേൾക്കും. ഞെട്ടി എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കം കിട്ടൂല. രാത്രി ഞാൻ കുടിക്കുന്ന വെള്ളം ഒരു പകല് മുഴുവൻ കുടിക്കുന്നതിൻ്റെ ഇരട്ടിയാണ്. അത്രയും വെള്ളം കുടിച്ച് സമാധാനമില്ലാതെ കിടന്നു. എന്നിട്ട് ഒരിക്കൽ ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ ഭ്രൂണഹത്യയെക്കുറിച്ച് പ്രസംഗം പറയുന്നതിനിടയിൽ ഇങ്ങനൊരു വാചകം പറഞ്ഞു. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും കൂടി തെറ്റായ ഒരു തീരുമാനമെടുത്ത ഒരു കുഞ്ഞ് മരിക്കുവാനായിട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് ആ കുറ്റബോധം അങ്ങ് വിട്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചേ, സ്വർഗത്തില് ദൈവത്തിന്റെ വലത്തുവശത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പറിഞ്ഞ, നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളും വേദനകളും നിങ്ങളുടെ മനസ്സിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിനെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയ ഒരു മധ്യസ്ഥനുണ്ടെന്ന്. എന്നിട്ട് നിങ്ങളൊരു പേരങ്ങ് കൊടുക്ക്. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഇടുമായിരുന്നൊരു പേരങ്ങ് കൊടുക്ക്. അവളെ ആണായിട്ടോ പെണ്ണായിട്ടോ കാണ്. എന്നിട്ട് നിങ്ങൾ പറ, ഈ കുഞ്ഞ് സ്വർഗത്തിലെ എൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥനാണ്. ആ ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ചോ അന്ന് കുമ്പസാരം കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ധൈര്യമായി. രാത്രി കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മയെയും സകല വിശുദ്ധരെയും കാവൽ മാലാഖമാരെയും വിളിച്ച് മാധ്യസ്ഥം തേടുന്ന ഞാൻ കൂട്ടിച്ചേർത്തു എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്ത പേര്. ആ പേര് കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറഞ്ഞു, മോളെ അമ്മ ഉറങ്ങാൻ പോവാണ്. അമ്മയ്ക്ക് മനസ്സങ്ങേയറ്റം നീറുന്നുണ്ട് നിന്നെ ഓർത്ത്. അമ്മ ചെയ്ത തെറ്റ് പൊറുത്തുകൊണ്ട് അമ്മയുടെ ഉറക്കത്തിന് കൂട്ടിരിക്കണേ എന്ന്. ആ ചേച്ചി പറയാ, കണ്ണീരോടെ ആ ചേച്ചി പറയാം, ഞാൻ ഉറങ്ങുന്നുണ്ട് അച്ഛാ. ഒരു കുറ്റബോധവും ഇല്ലാതെ എൻ്റെ മോളുടെ മടിയിൽ തലവെച്ച് ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്. കുറ്റബോധത്തിൻ്റെ 29 വർഷങ്ങൾ ആ ചേച്ചി ഇറക്കി വെച്ചിട്ട് പറയുക, ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, സ്വസ്ഥമായിട്ട് വിശ്രമിക്കാൻ പറ്റുന്നുണ്ട്. നാലാമതായിട്ട് കൂനുള്ള സ്ത്രീ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യം എന്നാ? കെട്ടിപ്പിടിക്കാൻ പറ്റൂല. കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ എന്നാ? വെറുതെ എന്തിനാ കെട്ടിപ്പിടിക്കുകയാണ് നമ്മൾ കെട്ടിപ്പിടിക്കുന്ന എന്തിനാ? സ്നേഹം കൊടുക്കാനും സ്നേഹം സ്വീകരിക്കുവാനാണ്. അതല്ലേ പിള്ളേരൊക്കെ പരീക്ഷയിൽ നല്ല മാർക്ക് നേടി ഓടി വരുമ്പോഴത്തേക്ക് അപ്പന്മാരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്തിനാ? നമ്മുടെ സ്നേഹം ഒന്ന് കാണിക്കുക. മോനെ മോളെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിട്ടോ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം കാണിക്കുക, തിരിച്ച് സ്നേഹം സ്വീകരിക്കുക. പാപബോധം, കുറ്റബോധം ഉള്ളിലുണ്ടെങ്കിൽ ഇതുപോലെ സ്നേഹം കൊടുക്കാനോ സ്നേഹം സ്വീകരിക്കാനോ സാധിക്കില്ല. ഞാൻ ഫാമിലി അപ്പോസ്തലേറ്റിലായിരുന്നപ്പോൾ ഒരു ദമ്പതി കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ കൗൺസിലിങ്ങിന് ഞങ്ങൾക്ക് അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ ചേച്ചിയുടെ അടുക്കൽ കൗൺസിലിങ്ങിന് എന്നു ചേട്ടനും ചേച്ചി കൂടി ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് ഇരിക്കുന്നത്. ഉടനെ ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണണ്ട, ഞങ്ങൾക്ക് അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അച്ഛനുണ്ട്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചേച്ചി എന്നെ വിളിച്ചു, അച്ഛാ ഇവിടെ ഒരു ടീം വന്നിട്ടുണ്ട്, അവർക്ക് അച്ഛന്മാരാരെങ്കിലും കാണണമെന്നാണ് പറയുന്നത്. കണ്ടിട്ട് ആളൊരു പുപ്പുലിയാണ്.
ഡയറക്ടർ അച്ഛൻ സ്ഥലത്തില്ല, ഞാൻ പെട്ടു. ഞാൻ പറഞ്ഞു ശരി വരാൻ പറ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിയും ചേട്ടനും കൂടി ഓഫീസ് റൂമിലോട്ട് കയറി വന്നു. ഇവർ കയറി വന്ന് ഞാനിങ്ങനെ ആ ഇരിക്കട്ടോ എന്ന് പറഞ്ഞ് ഇരിക്കട്ടോ തീർന്നില്ല. അതിനു മുമ്പേ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഇവള് ശരിയല്ല. ഞാൻ ശരി ശരി ഇരിക്കി. ഇത് കേട്ട നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാൻ ഉദ്ദേശിച്ചോ ആ ചേച്ചി ശരിയല്ല എന്ന്? ഉടനെ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറയാ, കേട്ടോടി ദേ ഈ അച്ഛന് വരെ മനസ്സിലായി നീ ശരിയല്ല എന്ന്. ആ ചേച്ചി എന്നെ നോക്കിയിട്ട്, എന്നാ പാപം ചെയ്തിട്ട് അച്ഛാ ഇതുപോലത്തെ ഒരു ഡയലോഗ്? ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ശരി ഇരിക്കുന്നുള്ള അർത്ഥം അല്ലല്ല. അച്ഛൻ പറഞ്ഞത്, അച്ഛനെയും കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ്, ഇവള് ശരിയല്ല അച്ഛാ. പിന്നെ പുള്ളിക്കാരൻ ഒരു 10-15 മിനിറ്റ് ഭാര്യേനെ അലക്കി കുളിപ്പിച്ച് വെളുപ്പിച്ച് അങ്ങ് കിടത്തി. നല്ല സൂപ്പർ സാധനമായിരുന്നു. ആ ഏരിയ ഒക്കെ കിടന്ന് കിളുങ്ങുന്ന പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു കൊള്ളാം, നന്നായിരിക്കുന്നു. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി നേരം പുറത്തിരിക്കും, ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി ഇരുന്നു. ഒരു 10 മിനിറ്റ് ആ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ചേച്ചി പാവമാണ്, പഞ്ചപാവം. ഭർത്താവാണേ ദൈവം, ഭർത്താവ് അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇതാണ് പുള്ളിക്കാരത്തിയുടെ പ്രണാമവും പ്രമാണ ജപവും ഒക്കെ. ഞാൻ പറഞ്ഞു കൊള്ളാം, ചേച്ചി ഒരു കാര്യം ചെയ്യും, ആ ചേട്ടനെ വിളിച്ചിട്ട് വന്നേ. ആ പുള്ളിക്കാരൻ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇരിക്കും, ചേച്ചി പുറത്തോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയണം. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ സത്യം പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അവളോട് ചോദിക്കി, അവളാണ് കള്ളത്തരം പറയുകയും കള്ളത്തരം ജീവിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സത്യസന്ധമല്ലാതെ ജീവിച്ചിട്ടില്ല. അച്ഛനറിയോ, ഞാനൊന്ന് കുമ്പസാരിക്കേണ്ട കാര്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒറ്റ ചോദ്യമുള്ളൂ, ചേട്ടൻ ശരിപ്പുള്ളിയാണോ? ഉടനെ പുള്ളിക്കാരൻ എന്താന്ന്? അല്ല ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്, ചേട്ടൻ ശരിപ്പുള്ളിയാണോ? ആ ചേട്ടൻ ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് അങ്ങ് തുടങ്ങിയിട്ട് ഉടുപ്പിട്ടുകൊണ്ട് തെറി കേൾക്കാനുള്ള യോഗം എനിക്ക് അന്നാ ഉണ്ടായത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മാപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറയുമല്ലോ. നിങ്ങളിപ്പോൾ ചിരിക്കണു, അത് നല്ല ചിരിയൊന്നും അല്ലായിരുന്നു, മുഖമൊക്കെ ചുവന്ന് തുടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ ഇത്തിരി പ്രായമുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ അച്ഛനാണ്, ദൈവശാപം കിട്ടും. ഇത് പറയല് മാത്രം ഞാൻ കണ്ടോളൂ. ഈ ചേട്ടൻ തിരിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞത് കേട്ട് സിസ്റ്റർ ഓടി. പിന്നെ സിസ്റ്ററിനെ കുറച്ച് നേരത്തേക്ക് കണ്ട പോലില്ല. ആ ഏരിയയിലേ സിസ്റ്റർ ഇല്ല. അതുപോലത്തെ ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ ഡയലോഗുകളായിരുന്നു. ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, ചേട്ടൻ ശരിപ്പുള്ളിയാണോ? പുള്ളി കുറച്ചു നേരം എന്നെ നോക്കിയിട്ട് പുള്ളി എന്നോട് ചോദിക്കുക, അച്ഛന് ദർശനവരമുണ്ടോ? ദർശനവരം നമ്മൾ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ കേട്ടതല്ലാതെ നമുക്ക് ഈ കാര്യമായിട്ട് വലിയ പിടിയൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ബോധപൂർവ്വം നിൽക്കണ്ടേ? ഞാൻ പറഞ്ഞു, പിന്നെ ചേട്ടാ അപ്പോൾ അതറിയാതെയാണോ എൻ്റെ അടുത്തോട്ട് വന്നത്? ചേട്ടാ ഒന്ന് പുറത്ത് അന്വേഷിച്ച് നോക്കി, ഭയങ്കര വരമാണ്. ഇത് മാത്രമല്ല, ഒത്തിരി വരങ്ങളുണ്ട്, ദർശനവരത്തിരി കൂടുതലാണ്. ചേട്ടൻ ആകെ കൺഫ്യൂഷൻ. ചേട്ടൻ ഇരുന്നു അവിടെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഞാൻ കുടിച്ചതാ, ബാക്കി പകുതി അവിടെ ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ ഒരു മടിയില്ലാതെ ഒറ്റ വലിക്ക് ആ പകുതി വെള്ളം കുടിച്ചെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ സത്യം, എനിക്കാ കുഴപ്പം. അച്ഛൻ്റെ അടുത്തായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. അച്ഛൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ എൻ്റെ കണ്ണിനല്ല കുഴപ്പം, ചേട്ടൻ്റെ കണ്ണിനാണ് കുഴപ്പം. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ചോ എനിക്ക് ഇവള് മാത്രമല്ല, പുള്ളി പറഞ്ഞ അതേ വാചകമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇവള് മാത്രമല്ല വേറെ 3-4 പെട്ടിക്കടയും കൂടി ഉണ്ടെന്ന്. എനിക്ക് ഇവള് മാത്രമല്ല വേറെ 3-4 പെട്ടിക്കടയുണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെട്ടിക്കട എന്ന് പറയുന്നത് ഈ സോഡയും നാരങ്ങ മിഠായും പണ്ടത്തെ ചൗമിഠായും ഒക്കെ കിട്ടുന്ന കൊച്ചു കൊച്ചു കടകളാണ്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പാവം, അന്നത്തെ കാലത്ത് എനിക്ക് അത്രയും പ്രൂഡൻസ് ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ പെട്ടിക്കട, പുള്ളിക്ക് പെട്ടിക്കട ബിസിനസ് ഏതാണ്ടാണെന്നാണ്. ഞാൻ ചോദിച്ചു, പെട്ടിക്കട ഇതായിട്ട് എന്താ പരിപാടി? അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, പെട്ടിക്കട എന്ന് പറഞ്ഞാൽ വേറെ നാട്ടക്കടയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഡീസൻ്റാ, പുണ്യം നിറഞ്ഞ സ്ത്രീ എൻ്റെ ഭാര്യ.
ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ സമ്മതിക്കണം, ഇത്രയും പുണ്യം നിറഞ്ഞ സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ ആ ഭാര്യയെക്കുറിച്ചല്ലേ നിങ്ങൾ ഇത്രയും നേരം ചിന്തിക്കാൻ പറ്റണില്ലല്ലോ ചേട്ടാ. അപ്പൊ ആ ചേട്ടൻ പറയാം, അച്ഛൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അച്ഛനാ മനസ്സിലാവാത്തത്. ഞാൻ ഇതേപോലെ പെട്ടിക്കടയിൽ നടത്തി ജീവിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യണത്? ഞാൻ ഇങ്ങനെ എന്നിലുള്ളതെല്ലാം എടുത്ത് അവളിലേക്ക് ഇടും, അങ്ങിട്ട് കൊടുക്കും. അപ്പൊ എനിക്കൊരു സന്തോഷം. അവള് ഡീസന്റ് ആണെന്ന് എനിക്കറിയാമെങ്കിലും എന്നിലെ പാപ മേഖലകളൊക്കെ എടുത്ത് അവളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ പറയാം, നീയാ പ്രശ്നക്കാരി. അവളെ 2 തെറി വിളിച്ച് കഴിയുമ്പോൾ എനിക്ക് അത്ര കുറ്റബോധമൊന്നും പിന്നെ ഫീൽ ചെയ്യില്ല അച്ഛാ. കണ്ടോ, ഉള്ളില് നമ്മൾ പ്രശ്നക്കാരാകുമ്പോൾ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ പ്രശ്നക്കാരാക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നു. ചിലർക്ക് ഭയങ്കര സംശയരോഗ, വേറെ വല്ല രോഗമൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറ്റാം. ഇത് മാറ്റാൻ വലിയ പാടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഫോൺ 1000 സ്വന്തം ഫോൺ വരെ അത്ര പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന ആൾക്കാരില്ല. ജീവിത പങ്കാളിയുടെ ഫോൺ ഇങ്ങനെ ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കുന്നവർ. ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്കും ഒന്ന് കോൾ എവിടെയെങ്കിലും ഒന്ന് റേഞ്ച് നോക്കി പോയതായിരിക്കും, ഇത്രയും നീങ്ങിന്നെടുക്കും. ഈ എന്താ പറയണേ, കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാന്ന് പറയണ പോലെ ഈ ഒരു ഇതാണ്. ഒരു ഫ്രീ സ്പേസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. അതെൻ്റെ പങ്കാളിയുടെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയോ ഒളിച്ചു വെക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ മനസ്സുമായിട്ട് നടക്കുകയാണ്. ഈ സംശയം കാരണം എത്രയോ ദാമ്പത്യ ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹിക്കേണ്ട, സന്തോഷത്തിൽ ജീവിക്കേണ്ട എത്രയോ നല്ല നിമിഷങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. അവിടെയാണ് ഈ കൂനുള്ള സ്ത്രീയിലൂടെ ഈശോ നമ്മുടെ അടുക്ക പറയുന്നത്, നിനക്ക് സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കാനും പറ്റണമെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പാപ മേഖലകളെ മാറ്റിവെക്കണം. നിന്റെ കൂന് മാറ്റണം. കൂനെന്ന് പറഞ്ഞാൽ അത് പാപമേഖലയാണ്, അത് ബന്ധനമാണ്, അത് മാറ്റണം. എനിക്ക് തോന്നുന്നു ഈ ബന്ധനങ്ങൾ അത് ഒരു 6 തരത്തിൽ വേണമെങ്കിൽ പറയാം. ഒന്നാമത്തേത് രോഗത്തിൻ്റെ അല്ലെങ്കിൽ രോഗാവസ്ഥയുടെ ബന്ധനമാണ്. ഈ രോഗത്തിൻ്റെ ബന്ധനം എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ രോഗത്തെ കാണണം. ഒന്ന്, രോഗം എന്ന അവസ്ഥ. രോഗമുണ്ട്, ഇപ്പം ക്യാൻസർ രോഗമാകാം, ഹൃദയ സംബന്ധമായ രോഗമാകാം, അല്ലെങ്കിൽ മലേറിയോ പനിയോ ഇപ്പം നമ്മുടെ കോവിഡോ, അതൊക്കെ രോഗങ്ങളാണ്. രോഗം എന്ന ചിന്ത, രോഗത്തേക്കാൾ പ്രശ്നമാണ് ഞാൻ രോഗിയാണ് എന്നുള്ള ചിന്ത. ഞാൻ 2 കൊച്ചുദാഹരണങ്ങൾ പറയാം. 2011 ഞാനൊരു 7 ദിവസം ICU കിടന്നു. 7 ദിവസം ICU കിടമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നെന്ന് തോന്നല്ലേ? വെറുതെ തോന്നിക്കോ. അന്ന് സീരിയസ് ഒന്നും ഇല്ലായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയോ? ഞങ്ങൾ ഒരു 11 അച്ഛന്മാരാണ് ഞങ്ങളുടെ ബാച്ചിലുള്ളത്. ഞങ്ങൾ 11 അച്ഛന്മാർ ഒരു പള്ളിയിൽ കൂടി. അപ്പോൾ ആ പള്ളി ഒരു കായൽ തീരത്തുള്ള പള്ളിയാണ്. അവിടെ നല്ല ഫ്രഷ് കരിമീനൊക്കെ കിട്ടും. അപ്പോൾ അന്ന് അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായ ഇടവക്കാർ ചെയ്തത് നല്ല അപ്പവും ഫിഷ് മോളിയായിരുന്നു. എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയോ, കരിമീൻ. ഞാനിത് കണ്ടു കഴിഞ്ഞാൽ ആക്രാന്തം മൂത്ത് കഴിച്ചതാണ്. എന്തു പറ്റി? ഈ കരിമീൻ്റെ മുള്ള് പക്ഷെ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള അസുഖം പറയായിരുന്നല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? കരിമീൻ്റെ മുള്ള് തൊണ്ടേ കുടുങ്ങി. കരിമീൻ്റെ മുള്ള് തൊണ്ടേ കുടുങ്ങിയത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുടുങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു പഴം വിഴുങ്ങിയാൽ മതി എന്ന്. അത് കേട്ട വഴി തന്നെ ഞാൻ ഞാലിപ്പൂവും പഴം വിഴുങ്ങി നോക്കി. അത് കഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയി. പിന്നെ വേറെ ചില പറഞ്ഞു ചോറുരുള്ള ഉരുട്ടി വിഴുങ്ങി. ഞാൻ ഉരുട്ടി 2-3 എണ്ണം വിഴുങ്ങി. അവസാനം വിഴുങ്ങി ഞാൻ എടുത്തു. പിന്നെ വേറൊരാൾ തൊണ്ടയിലോട്ട് ഇങ്ങനെ ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞ് ഒഴിച്ചു തന്നു. ഇതൊക്കെ ഒഴിച്ചപ്പോഴൊക്കെ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങളുടെ കൂടെയുള്ള ഒരു അച്ഛൻ പറഞ്ഞു, എൻ്റെ വികാരിച്ചൻ മുള്ളുകളൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തടവി ഇറക്കും. ഇത് അകത്തല്ല, പുറത്തിങ്ങനെ തടവും മുള്ള് ഇറങ്ങിപ്പോകുന്നു. അവൻ പരീക്ഷണ വസ്തുവാക്കി എന്നെ മാറ്റി ഇങ്ങനെ തടവി അവസാനം ഇവിടെ നീര് വെച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ട ഈ പരുവത്തിലിരിപ്പുണ്ട്. ലിസി ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു. അവിടെ ചെന്നു. ഡോക്ടർ എന്നെ കണ്ട വഴി എന്നെ പറഞ്ഞു, അച്ഛ ഇതെന്താണ് പരുവം? ഞാൻ പറഞ്ഞു, ഒരു മീൻ കഴിച്ചതാണ്. ഡോക്ടർ നേരെ എൻഡോസ്കോപ്പിക്ക് കയറ്റണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പിക്ക് കയറ്റി. തൊണ്ടയിൽ മുള്ളൊന്നും കാണാനില്ല. മുള്ളിൻ്റെ വഴിക്ക് പോയി. പക്ഷെ അവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു.
പിന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അച്ഛന്മാർ മിടുക്കന്മാരായതുകൊണ്ട് ഈ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ തൊണ്ടയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് മൂക്കിൽ ട്യൂബ്. ഞാൻ ചോദിച്ചു, ഈ സാധനം തുമ്പിക്കൈ പോലെ കിടക്കുവാണ്, ഇതെന്തിനാണ്? അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി 2 ദിവസത്തേക്ക് ഫുഡ് വായ കൊണ്ട് കഴിക്കണ്ട, വെറുതെ കിടന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന നേഴ്സ് നമുക്ക് ഫുഡ് തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇൻട്രസ്റ്റിംഗ്. ഇത്രയും നേരം കഴിഞ്ഞപ്പോൾ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഒരു നേഴ്സ് വന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ പരിപാടി? അപ്പോൾ പറയണം, അച്ഛൻ്റെ സാച്ചുറേഷൻ റേറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ 65-66 ഉള്ളൂ. തൊണ്ടയിൽ മീനിൻ്റെ മുള്ളു പോയതാണ്, സാച്ചുറേഷൻ റേറ്റും പോയി ആ വഴി. 2ാമത്തെ ദിവസം ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും യൂറിൻ പോണില്ല. അപ്പം അടുത്തൊരു ട്യൂബ്. 3ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അപ്പനും വിളിയോട് വിളി. അവർ വിളിച്ചു കഴിഞ്ഞപ്പോഴുള്ള കൂടെയുള്ള കൊച്ചച്ഛൻ ഫോൺ എടുത്തിട്ട് പറയാണ്, ജിപ്സനച്ഛൻ തിരക്കിലാണ്. ഓ, ഇതെന്ത് തിരക്ക്? അവസാനം അങ്കിള് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ സത്യം പറഞ്ഞു, ആൾ ICUയിൽ കിടപ്പുണ്ട്. കാണാനായിട്ട് അമ്മയും അങ്കിളും പെങ്ങളൊക്കെ കൂടി വന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട വഴി അമ്മ ദേ ബോധം കെട്ട് കിടക്കും. കാരണം അമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാഴ്ച മുമ്പ് എന്നെ കണ്ടപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓക്സിജൻ മാസ്ക്, മൂക്കിൽ തുമ്പിക്കൈ, പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ ബാഗുകൾ, പരിപാടികളൊക്കെ. അതിനിടയിൽ ചില അച്ഛന്മാർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥന, ദൈവമേ ജിപ്സൺ അച്ഛനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു, അച്ഛൻ്റെ കുറവുകളും പോരായ്മകളൊന്നും കാണരുതേ, മറ്റതാണ് മറിച്ചതാണ്, എനിക്കൊന്നും ഞാൻ ചാവാൻ പോകണം. സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാണ്, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. 4ാമത്തെ ദിവസമായി, 5ാമത്തെ ദിവസമായി, എനിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ, എനിക്ക് എന്തോ സീരിയസ് രോഗമുണ്ട്. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഒന്നും എന്നോട് പറയുന്നില്ല. 7ാമത്തെ ദിവസം ICUയിൽ ആയി കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ, ജൂനിയർ ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ സത്യം പറ, അച്ഛൻ എൻഡോസ്കോപ്പിക്ക് മുമ്പ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടല്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഒന്നും കഴിച്ചില്ല, വെള്ളം മാത്രം കുടിച്ചോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടി ആലോചിച്ചേ. അവസാനം ഞാൻ ആലോചിച്ച പറഞ്ഞു, ഉവ്വ, ഞാനേ ആ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് മുള്ളുരുക്കി തന്നായിരുന്നു. മുള്ളുരുക്കി എന്ന് പറഞ്ഞാൽ മുള്ളു പാനുള്ള ഒരു സാധനം, മുള്ളു തൊണ്ടയിൽ നിന്ന് അലിഞ്ഞു പോകുന്ന പറയുന്നത് ഒരു സാധനം ഇങ്ങനെ നീരാക്കി എനിക്ക് തന്നായിരുന്നു. ഞാൻ അത് ഗുമു എന്ന് പറഞ്ഞ് കുടിച്ചു. മുള്ളു പോയില്ല. പക്ഷേ ഇവര് എൻഡോസ്കോപ്പി കഴിഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ആകെ ഒരു മൂട് പടലം ചെസ്റ്റിലൊക്കെ. അവർ വിചാരിച്ചു ന്യൂമോണിയാണ്. എന്നാൽ ന്യൂമോണിയയുടെ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. എൻ്റെ അവിടെ കുത്തിവെക്കണം, ഇവിടെ കുത്തിവെക്കണം, എല്ലായിടത്തും കുത്തിവെപ്പ്, ഇഷ്ടം പോലെ ടെസ്റ്റ്, ഒരു 3-4 MRI എടുത്തു. ഞാൻ പേടിച്ചു പോയില്ല, ഞാൻ വിചാരിച്ച് തട്ടിപ്പോകുന്നു. ഡോക്ടർ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ആ സാധനം കുടിച്ച കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ 2 ദിവസം മുമ്പേ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. ദാണ്ട് കിടക്കണം. രോഗിയാണ് എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ, രോഗമൊന്നുമില്ലായിരുന്നു. മുള്ളിൻ്റെ ഒഴുക്കി പോയി. ആ തൊണ്ടയിൽ ആ സ്ക്രാച്ചൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ സുഖമായിട്ടതേ 6-7 ദിവസമാണ് മൂക്കിലൂടെ ജ്യൂസും മറ്റേ സാധനങ്ങളും മാത്രമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇതുപോലെ പെട്ടെന്ന് പോയി സെൻറ്റ് ജോൺസിൽ പോയി അഡ്മിറ്റായി. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഹാർട്ടിൽ ഒരു വലിയ ബ്ലോക്ക് ഉണ്ട്. ഞാനോ, നല്ല കാര്യം, നമ്മളിത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, അമ്മച്ചിക്ക് ഉണ്ടായതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു 2 സ്റ്റെൻറ്റ് ഇടണം. ഇട്ടോളാൻ പറഞ്ഞു. ഇട്ട് കഴിഞ്ഞ് ആ ICU കിടന്ന് ആ കിടന്ന കിടപ്പ് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് വന്നു, റൂമിൽ വന്നു, ഒരു പ്രശ്നമില്ല. എനിക്ക് ആ ചിന്തയിലായിരുന്നു ഞാൻ രോഗിയാണെന്ന്. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ രോഗിയാണെന്നല്ല, രോഗമുണ്ട്, പക്ഷെ രോഗിയാണ് എന്ന ചിന്ത എനിക്കില്ല. അതേസമയം 2011 ആ 7 ദിവസം ICU കിടന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് ഈ രോഗിയാണെന്ന ചിന്ത മാത്രമാണ്. ഇതാണ് നമ്മുടെ ബന്ധനം. നമുക്ക് ചിലപ്പോഴും സംഭവിക്കുന്ന ഈ രോഗിയാണെന്ന ചിന്ത, രോഗം എന്ന അവസ്ഥയല്ല, അതൊരു ബന്ധനമായിട്ട് മാറും. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു ചെറിയ ഷോർട്ട് ഇത് കണ്ടു. മല്ലു കപ്പിൾസ് അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ കാര്യമാണ്. അതിനകത്ത് അവർ അവതരിപ്പിക്കുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കും രോഗം വന്നാൽ, പനി വന്നാലുള്ള വ്യത്യസ്ത അനുഭവങ്ങളാണ്. നമ്മുടെ വീടുകളുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഭാര്യയ്ക്ക് പനി വന്നതാണ് ആദ്യമായിട്ട് അവർ കാണിക്കുന്നത്. ഭാര്യയ്ക്ക് പനി വന്നു, ഭാര്യ വളരെ പനിച്ച് ചുമച്ച് കഷ്ടപ്പെട്ട് കിടക്കാണ്. അതിനിടയിലും പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോയിട്ട് ചായ തിളപ്പിച്ച് കുടിക്കുന്നു, കഞ്ഞി വെക്കുന്നു, അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അത് ഇടയ്ക്ക് വന്ന് കിടക്കുന്നു, ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു, ഇടയ്ക്ക് കിടക്കുന്നു, അങ്ങനെ കഷ്ടപ്പെടുവാണ്. ഭർത്താവിന് പനി വന്നു.
ഭർത്താവിന് പനി വന്നപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഒരു പിഞ്ഞാണി, നമ്മുടെ പിഞ്ഞാണം ഉണ്ടല്ലോ, വലിയ പ്ലേറ്റ് അല്ലാത്ത ചെറുത് സ്റ്റീലിൻ്റെ, ആ പിഞ്ഞാണം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു കയ്യിലും അടുത്ത് വെച്ചിട്ടുണ്ട്, കിടക്കയുടെ അടുത്ത്. എന്നിട്ട് പുള്ളിക്കാരൻ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് ടിങ് ടിങ് എന്ന് പറഞ്ഞിട്ട് 2 അടി അടിക്കും. അപ്പോൾ ഭാര്യ ഓടിപ്പാഞ്ഞു വന്നിട്ട് ചായ, ചായ കൊണ്ടുവന്ന് കൊടുക്കും. ഇത്രയും നേരം കഴിയുമ്പോൾ വീണ്ടും അടിക്കും. എന്താണ്? ടോയ്ലറ്റിൽ പോകണം, പനിയുള്ളൂ. പിടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോയി. അയ്യോ, ഇതെന്താ ഈ ഭാര്യമാർക്ക് പനി രോഗമല്ലേ? ഇത് നമ്മുടെ മാറേണ്ട ചിന്തയാണ്. രോഗം ഒരു ബന്ധനമായിട്ടും കഷ്ടപ്പാടായിട്ടും ദുരിതമായിട്ടും മാറുന്നത് ഇങ്ങനെയുള്ള തലങ്ങളിലാണ്. അപ്പം രോഗം എന്ന ബന്ധനം, രോഗിയാണ് എന്ന ചിന്ത, ചിലരെപ്പോഴും അങ്ങനെയാണ്, ഞാൻ രോഗിയാ. ജനിച്ചപ്പോൾ തൊട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ രോഗിയാ എന്ന് പറഞ്ഞ് ഇവർക്കൊന്നും ഒരു മടുപ്പ് തോന്നണില്ലേ എന്നാണ് എൻ്റെ ചിന്ത. ഇതൊന്നും മാറ്റി, എത്ര വലിയ രോഗമാണെങ്കിലും രോഗം ഉണ്ടായിക്കോളാം, പക്ഷെ രോഗിയാണ് എന്ന ആ ചിന്തയെ നമ്മുടെ ആ ബന്ധനമായിട്ടൊരു കൂനായിട്ട് കണ്ട് മാറ്റിവെക്കേണ്ട സമയമായി. രണ്ടാമതായിട്ട് മാനസികമായ ബന്ധനമാണ്, മനസ്സിൻ്റെ മുറിവുകൾ. എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്ന ഒരു കൊച്ചാണ്, ഭയങ്കര പ്രശ്നക്കാരൻ, ഒരു രക്ഷയില്ല, അവനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അവന് ഏറ്റവും വെറുപ്പ് അവൻ്റെ അമ്മയോടാണ്. എന്നാൽ അവൻ്റെ അമ്മ പഞ്ചപാവമാണ്. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ അവൻ്റെ അമ്മ പറയാം, എൻ്റെ അച്ഛൻ ഞാൻ ചെയ്ത ഒറ്റ തെറ്റ്, ഇവനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, ഭർത്താവുമായിട്ട് പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ വയറ്റത്തടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ശല്യം എനിക്ക് വേണ്ടായിരുന്നു എന്ന്, ഈ ശല്യം എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ അബോധ മനസ്സിൽ അത് കയറി പറ്റിയിരിക്കുക. അവൻ അമ്മേനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൻ അപ്പം പറഞ്ഞനുസരിക്കും, വേറെ ആര് പറഞ്ഞാലും അനുസരിക്കും, അവൻ്റെ കുസൃതികളൊക്കെ കുറച്ച് കുറയും. പക്ഷേ അവൻ്റെ അമ്മയോട് അവന് കലിപ്പ. മനസ്സിനേറ്റ മുറിപ്പാട്, മനസ്സിനേറ്റ ആ ബന്ധനം, അത് ചിലപ്പോൾ നമ്മളും കാരണമായിട്ട് മാറും. മറ്റുള്ളവരെ മനസ്സിന് മുറിപ്പാടുകൾ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂനുകളാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കൂനുകൾ. മൂന്നാമത്തേത് പാപത്തിൻ്റെ ബന്ധനം. പാപത്തിൻ്റെ ബന്ധനം മാറാനായിട്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ കുമ്പസാരക്കൂടിൻ്റെ പരിശുദ്ധിയിലേക്ക് പോവുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാനൊരു കൊച്ചു കഥ വായിച്ചു. കഥ ഇങ്ങനെയാണ്. അമേരിക്കയിലെ 92 വയസ്സുള്ള ഒരു പട്ടാളക്കാരൻ അവൻ്റെ ജീവിത കഥ പറയുകയാണ്. എനിക്കറിയാം നിങ്ങൾ ഇരുന്നും അടുത്തിട്ടുണ്ടെന്ന്, ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് നടുവൊക്കെ ഇങ്ങനെ കോച്ചി വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ അവസാനിപ്പിക്കാം കേട്ടോ ഈ സെഷൻ. ഈ മനുഷ്യൻ, ഈ 92 വയസ്സുള്ള പട്ടാളക്കാരൻ പറയുകയാണ്, ഞാൻ 20 വയസ്സുള്ള സമയത്ത് യൂറോപ്പിൽ ജർമ്മൻകാരനായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര ദാരിദ്ര്യം, കൊടിയ പട്ടിണി. അപ്പോൾ അന്നത്തെ കാലത്ത് പറുദീസിയായ അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. തനിക്കുണ്ടായിരുന്ന ഏതാനും സമ്പാദ്യമൊക്കെ വിറ്റുപറക്കി ആവശ്യത്തിന് ബിസ്ക്കറ്റും ചീസും മേടിച്ചു കപ്പൽ യാത്രയിൽ കഴിക്കാൻ. പിന്നെ ബാക്കി പണം സൂക്ഷിച്ചു വെച്ചിരിക്കുക. അമേരിക്കയിൽ ചെന്നൊരു ജോലി കിട്ടുന്നവരെ ജീവിക്കണ്ടേ, അന്നത്തെ കാലമാണ്. പുള്ളിക്കാരൻ കപ്പൽ യാത്ര ആരംഭിച്ചു. 10,000 പേര് കപ്പലിലുണ്ട്. അന്ന് കപ്പൽ യാത്രയാണുള്ളൂ. അങ്ങനെ കപ്പലിൽ യാത്ര തുടങ്ങി. നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് കപ്പലിൽ സെർവ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ മാത്രം ഭക്ഷണം കഴിക്കാൻ പോവില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇവൻ ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു കൊണ്ട് ബിസ്ക്കറ്റും ചീസും വെള്ളവും കുടിക്കും. അവൻ ചിന്തിക്കുകയാണ്, ഭയങ്കര കാശല്ലേ കപ്പലിലെ ഭക്ഷണത്തിന്, എന്നാ ടേസ്റ്റുള്ള ഭക്ഷണം കൊടുക്കുന്നത്. അവനിങ്ങനെ ഇടയ്ക്ക് നോക്കിയിട്ട് വെള്ളം ഇറക്കും. ഇതിനകത്ത് ഇത്രയെങ്കിലുമൊക്കെ കഴിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ആ ചിന്ത വരുമ്പോൾ തന്നെ അവൻ പറയില്ലേ, എനിക്ക് അമേരിക്കയിൽ എത്തിയിട്ട് ജോലി കണ്ടെത്തുന്നവരെ ജീവിക്കണം. അങ്ങനെ മുന്നോട്ട് പോയി. കപ്പൽ യാത്ര അതിൻ്റെ അവസാനത്തിലോട്ട് എത്തി. ലാസ്റ്റ് വീക്കാണ്, ഇനി 3-4 ദിവസം കൂടിയേ ഉള്ളൂ. ഒരു ദിവസം ഒരു 10-40 വയസ്സുള്ള ഒരു ചേട്ടായി വന്നിട്ട് ഈ 20 വയസ്സുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, അതെ മോനെ, നീ എന്താ ഒരു നേരവും ഞങ്ങളോടൊപ്പം ഭക്ഷണത്തിനിരിക്കാത്തത്? അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് നീ ഞങ്ങളോടൊപ്പം ചേരണം. അപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ആ ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്, പക്ഷെ അതിന് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വരാത്തത്. ഇത്രയും സുഭിക്ഷമായ ഭക്ഷണത്തിന് എത്രയോ കാശാവും. എനിക്ക് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടെത്തണവരെ ജീവിക്കണ്ടേ. ഉടനെ ഈ ചേട്ടായി പറഞ്ഞു, എടാ മണ്ട, നീ എന്തൊരു മണ്ടനാണ്.
2 പ്രാവശ്യം മണ്ടാന്ന് വിളിക്കണം അവനെ. 2 വിളിച്ചാൽ പറ, അതിൽ കൂടുതൽ വിളിക്കണം. ആ ചേട്ടൻ പറയാം, നീ എന്തൊരു മണ്ടനാണ്, നീ ഈ കപ്പലിലേക്കുള്ള ടിക്കറ്റ് എടുത്തില്ലേ, ആ ടിക്കറ്റിൽ തന്നെ ഈ ഭക്ഷണത്തിന്റെ പൈസ കൂടി യു പെയ്ഡ് ഓഫ്, നീ പൈസ കൊടുത്തിട്ടുണ്ട്. ഇവന് മണ്ടാന്നല്ല വിളിക്കേണ്ടത്, തിരുമണ്ടൻ. അവന് സങ്കടം തോന്നുക. ഇത് തന്നെയാ കർത്താവ് നമ്മളോട് പറയുന്നത്. എന്നാ മണ്ടന്മാരാ നമ്മള്. കർത്താവ് തൻ്റെ കുരിശുമരണത്തിലൂടെ, അനുരഞ്ജന കൂദാശയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ഓൾറെഡി ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ക്ഷമയുടെ അവബോധം കിട്ടാൻ അവിടെ വരെ ചെന്നാൽ മതി. ഈ ചെറുപ്പക്കാരൻ, അവന് ഓൾറെഡി പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യണം? അവന്റെ വിശക്കുന്ന വയറുമായിട്ട് അവൻ എവിടേക്ക് ചെല്ലണം? ഊട്ടുമുറി വരെ ഒന്ന് ചെല്ലണം. ഊട്ടുമുറിയിൽ നിന്ന് ഭക്ഷണം അവൻ്റെ അടുത്തോട്ട് വരില്ല, ഊട്ടുമുറി വരെ ഒന്ന് ചെല്ലണം. ഇവിടെ ഈശോ പറയാ, നിന്റെ പാപങ്ങൾ ഞാൻ എൻ്റെ കുരിശുമരണത്തിലൂടെ ക്ഷമിച്ചടാ മോനെ മോളെ എന്ന്. നീ ഒന്ന് ചെല്ല് അവിടെ വരെ ചെന്നാൽ നിന്റെ പാപത്തിൻ്റെ ബന്ധനങ്ങളെ ഈശോ മാറ്റിക്കളയും. അപ്പൊ ഈശോ നമ്മളെ കാത്തിരിക്കുക. ചെല്ലണോ വേണ്ടയോ? ചായ കുടിക്കാൻ പോവാം അല്ലേ? ആ ചായ കുടിച്ച് കഴിയുമ്പോൾ ചോദ്യത്തിന് ഉത്തരവുമായിട്ട് നിങ്ങൾ സ്വയം ഇറങ്ങുക. ചെല്ലണോ വേണ്ടയോ? ഈശോ കാത്തിരിപ്പുണ്ട്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഓരോരുത്തരെയും മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്. പാവനിയായ സ്ത്രീയെ പോലെ അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സിലും സങ്കടങ്ങളും വീർപ്പുമുട്ടലുകളും പാപബോധങ്ങളും ആന്തരിക മുറിപ്പാടുകളുമൊക്കെയുണ്ട്. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ, മാതാപിതാ മക്കൾ ബന്ധത്തിൽ, കൂട്ടായ്മയുടെ അരൂപി നഷ്ടപ്പെട്ട പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈശോയെ, അങ്ങയുടെ അടുക്കിലേക്ക് വരുന്ന ഞങ്ങൾ അങ്ങയെ തേടി അങ്ങയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് കരഞ്ഞ് അങ്ങയെ സ്വന്തമാക്കാനായിട്ട് നീ ഇടയാക്കണേ. ഞങ്ങളുടെ ബന്ധത്തിൽ കൂനുകൾ ബന്ധനങ്ങളായി മാറി നിൽക്കുമ്പോൾ അതെല്ലാം എടുത്തു കളയാൻ, ഹൃദയം കൊണ്ട് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരാകാൻ, ഹൃദയം കൊണ്ട് ഞങ്ങളെ മക്കളെയും മാതാപിതാക്കളെയും സ്പർശിക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾ തിരികെ എത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഈശോയിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും മേഖലകളുണ്ട് എന്ന് അമ്മ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ, അമ്മയുടെ മകനുമായിട്ട് അനുരഞ്ജനപ്പെടാൻ, അമ്മയുടെ മകൻ്റെ സ്നേഹ ചൈതന്യത്തിലേക്ക് വളർന്നെത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. വിശുദ്ധ അൽഫോൻസാമേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.